بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസും ഇവിടെ നടന്ന എല്ലാ കാര്യവും അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഹജ്ജ് കഴിഞ്ഞ് വന്നു. ആദ്യത്തെ മജ്ലിസാണ്. ആ പ്രാർത്ഥനയിൽ ഒരുമിച്ച് കൂടാൻ വേണ്ടിയാണ് ഈ സ്ഥലത്തേക്ക് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായി ദുആഇനിക്ക്, ബഹുമാനപ്പെട്ടവരുടെ ദുആഇനിക്ക് ഒരുമിച്ച് കൂടാൻ വേണ്ടിയാണ്. വലിയ ബറക്കത്തുള്ള ഒരു സദസ്സ്, ദിക്റിൻ്റെ സദസ്സ്, മസ്ജിദ്, പള്ളി, സാദാത്തീങ്ങൾ, ആലിമീങ്ങൾ, മുതഅല്ലിമീങ്ങൾ എല്ലാം കൊണ്ടും വലിയ ബറക്കത്തുള്ള ഒരു മജ്ലിസാണ്. അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ ഈ മജ്ലിസിനെ അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഇതിന് നേതൃത്വം നൽകുന്ന മഹാന്മാര ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾക്ക് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഈ ഭാഗങ്ങളിൽ വലിയൊരു നേതൃത്വമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ. ഒരുപാട് ആലിമീങ്ങളും സാദാത്യങ്ങളും ഈ ഭാഗത്തുണ്ടെങ്കിലും ഇങ്ങനെയുള്ളൊരു പള്ളിയും ഒരു മജ്ലിസും നമുക്കൊരു നേതൃത്വവും മാസത്തിലൊരു പ്രാവശ്യം ഇങ്ങനെയുള്ളൊരു സദസ്സും ആഴ്ചയിലും നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പോയി പറയാനുള്ള ഒരു കേന്ദ്രവുമായി ഈ സ്ഥലത്തിന് അല്ലാഹു തആല ആക്കിയത് തന്നെ നമുക്ക് വലിയൊരു ബറക്കത്താണ്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ജന്മദിനം ഈ മാസത്തിൽ തന്നെ അതിനുള്ള ഒരുക്കമാണ് നമ്മുടെ എജു പാർക്ക്, മജ്ലിസ് എജു പാർക്ക് ആരംഭിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ചോദിച്ചു, ഇത് ഏത് മാസമാണ്? മുഹറം വലിയ ബറക്കത്തുള്ള മാസമാണ്. ഒരുപാട് നേട്ടങ്ങൾ ഭൂമിയിലേക്ക് അല്ലാഹു തആല നൽകിയ, ഒരുപാട് സന്തോഷങ്ങൾ നൽകിയ മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനിക്ക് 4000-ലധികം കൊല്ലം മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അതിമഹത്തായ അനുഗ്രഹത്തെ സ്മരിച്ചുകൊണ്ട് മുഹറം 10-ന്റെ നോമ്പ് നാം എല്ലാവരും നോറ്റവരാണ്. അതുപോലെ ഒരുപാട് നേട്ടങ്ങളുള്ളൊരു മാസവും അക്കൂട്ടത്തിൽ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ട്, സാദാത്യങ്ങളുടെ ഉപ്പാപ്പയായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ടും കൂടിയാണ് ഈ മാസം. എല്ലാ സാദാത്യങ്ങളും തങ്ങന്മാരുടെയും ഉപ്പാപ്പമാരിൽ ആദ്യം ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ മാസത്തിലാണ് കൊല്ലപ്പെട്ടത്, ഷഹീദായത്. അല്ലാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട്, എല്ലാ സാദാത്യങ്ങളെയും ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ വിജയിപ്പിക്കുമാറാകട്ടെ. അതോടൊപ്പം നാം എല്ലാവരും ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു കൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട ഖുറത്ത് സാദാത്ത് കൂറത്ത് തങ്ങളുടെ വഫാത്തും നടന്ന മാസമാണ് മുഹറം. അടുത്തു വരുന്ന സഫർ മാസവും പിന്നെ റബീഉൽ അവ്വൽ മാസം നാം എല്ലാവരും സന്തോഷിക്കേണ്ട, എല്ലാവരും ആഹ്ലാദിക്കുന്ന വലിയ ഒരു ബറക്കത്താക്കപ്പെട്ട ഒരു മാസമാണ് നമുക്ക് വരാൻ പോകുന്നത്. അതിനുള്ള ഒരുക്കമാണ് 2 മാസം മുമ്പ് തന്നെ മജ്ലിസ് എജു പാർക്ക് ഇവിടെ തുടങ്ങി വെച്ചിട്ടുള്ളത്. 4 ദിവസത്തെ പരിപാടിയാണ്. ഈ ഭാഗങ്ങളിൽ ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട്. മജ്ലിസിന്റെ പ്രത്യേകമായ റാലിയും മജ്ലിസും അതെല്ലാം കൂടി മുമ്പ് തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇക്കൊല്ലം പ്രത്യേകിച്ചും ദർസ് തുടങ്ങിയ, സനദ് നൽകപ്പെടുന്ന ദർസ് തുടങ്ങിയ മുതഅല്ലിമീങ്ങളുടെയും സാന്നിധ്യമുള്ള ഒരു അതിമഹത്തായ ഒരു പരിപാടിയായിരിക്കും ഈ കൊല്ലത്തെ റബീഉൽ അവ്വൽ മാസം. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും അതിൽ ഒരുമിച്ച് കൂടാനും അതിനെ വിജയിപ്പിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞു. ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. പരിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹായിക്കൊണ്ട്, അവിടുത്തെ ബഹുമാനമായിക്കൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, ഓ നബിയെ, തങ്ങൾ ലോക ജനതയോട് പറയണം. തങ്ങൾക്കിത് പറയാൻ ചിലപ്പോൾ മടിയുണ്ടാകും,
ഞാനാണ് പറയുന്നത്, അല്ലാഹു ആകുന്ന ഞാനാ പറയുന്നത്. തങ്ങൾ പറയണം ലാ അസ്അലുക്കും അലൈഹി അജ്റാ. 23 വർഷം ഈ പരിശുദ്ധ ദീൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് കഷ്ടപ്പാടുകൾ ഞാൻ സഹിച്ചിട്ടുണ്ട്. പട്ടിണി കിടന്നിട്ടുണ്ട്, ശരീരത്തിലേക്ക് കല്ലേറ് വന്നിട്ടുണ്ട്, അമ്പേറ് വന്നിട്ടുണ്ട്, മുമ്പല്ല് പൊട്ടിയിട്ടുണ്ട്, തലയിൽ നിന്ന് രക്തം വന്നിട്ടുണ്ട്, കൈവിരലുകൾ മുറിഞ്ഞിട്ടുണ്ട്, പട്ടിണി കിടന്നിട്ടുണ്ട്. ഈ മക്കക്കാരായ ആൾക്കാർ ഉപരോധം ഏർപ്പെടുത്തി ഭക്ഷണം ഇല്ലാതെ കടയിൽ നിന്ന് പീടികയിൽ നിന്ന് അരി കൊടുക്കാൻ പാടില്ല, ഗോതമ്പം കൊടുക്കാൻ പാടില്ല എന്ന് ഇവിടുത്തെ നേതാക്കന്മാർ തടഞ്ഞും കൊണ്ട് ഞാനും എൻ്റെ അനുയായികൾപ്പെട്ട കുറഞ്ഞ ആൾക്കാരും വലിയ പ്രയാസം അനുഭവിച്ചിട്ടാണ് ഈ ദീന് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ലാ അസ്അലുക്കും അലൈഹി അജ്റാ. ആ ത്യാഗങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും സഹിച്ചു ഈ ദീന് എത്തിച്ചതിൻ്റെ പേരിൽ ഒരു നയാ പൈസ പോലും നിങ്ങളോട് ഞാൻ കൂലിയായി ചോദിക്കുന്നില്ല. ഒന്നും ഒരു ഉപകാരവും എനിക്ക് അതിൻ്റെ പേരിൽ നിങ്ങൾ ചെയ്യേണ്ടതില്ല. ഒരേ ഒരു കാര്യമാണ്, ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. എന്റെ കുടുംബത്തെ നിങ്ങൾ സ്നേഹിക്കണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞതല്ല, അല്ലാഹു തആല പറയിപ്പിക്കുകയാണ്. നബിയെ തങ്ങൾ പറയൂ, ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ, എൻ്റെ കുടുംബത്തെ നിങ്ങൾ സ്നേഹിക്കണം, അത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞ ആ പരിശുദ്ധമായ വാക്ക് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നു. അതിൻ്റെ പുലർച്ചയാണ്, അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയത് മഹാന്മാരായ സദാത്യങ്ങളെ സ്നേഹിച്ചിട്ടാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ അഹ്ലു ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ദോഷങ്ങളെയും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് അവന്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു പെടുത്തുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവിധ ആശംസകളും ഈ സദസ്സിനും ഈ മജ്ലിസിനും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു.